ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. സൂറത്ത് ഇസ്രായിൽ 26-ാമത്തെ സൂക്തത്തിൽ മറ്റു ചില കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വആതി ദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീലി വലാ തുബദ്ദിർ തബ്ദീറ. ബന്ധുവിന് അവൻ്റെ അവകാശം നൽകണം, ദരിദ്രനും സഞ്ചാരിക്കും അവരുടെ അവകാശവും നൽകണം, ദുർവ്യയം പാടില്ല. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ വിശദീകരിച്ച ശേഷം ബന്ധുക്കൾക്കും ദരിദ്രനും സഞ്ചാരികൾക്കുമുള്ള വിശ്വാസികൾ നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇതിലാദ്യം പറഞ്ഞത് ബന്ധുവിൻ്റെ അവകാശം നൽകണം എന്ന കാര്യമാണ്. കുടുംബ ബന്ധത്തിന് ഇസ്ലാം നൽകുന്ന സ്ഥാനം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ബന്ധുക്കളെ സഹായിക്കൽ അവർക്കുള്ള അവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ സകാത്തും അതല്ലാത്തതും ഉൾപ്പെടുമെന്ന് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ഔദാര്യമായി എന്തെങ്കിലും നൽകുക എന്നല്ല, മറിച്ച് അവകാശം നൽകുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഗതിക്ക് നൽകുന്ന ദാനം മാത്രമാണ്. അടുത്ത ബന്ധുവിന് നൽകുന്ന ദാനം അത് രണ്ട് കാര്യമാണ്, ബന്ധം ചേർക്കലുമാണ്, ദാനവുമാണ്. അഹ്മദും തിർമിദിയുമൊക്കെ ഉദ്ധരിച്ച റിപ്പോർട്ടുകളിൽ നമുക്കത് കാണാം. ബന്ധുക്കൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് ചിലർക്ക് വാദമുണ്ട്. അത് ശരിയല്ല. ബന്ധുക്കളെ സക്കാത്തിൻ്റെ അവകാശികളായി ഖുർആൻ എണ്ണാതിരുന്നത് അങ്ങനെ കൽപ്പിച്ചാൽ അതൊരു നിർബന്ധമാകും. അപ്പോൾ ബന്ധുക്കളിലെ പണക്കാർക്കും നമ്മൾ നിർബന്ധമായി സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നതിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ബന്ധുക്കളിൽ അഗതികളും ദരിദ്രരുമുണ്ടെങ്കിൽ അവരെ ആദ്യമായി പരിഗണിക്കണമെന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവരെ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് നൽകുന്ന ദാനം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന അർത്ഥത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ടല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പത്നി സൈനബ് റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിനും സഹോദരപുത്രിമാരായ അനാഥകൾക്കും സക്കാത്ത് നൽകുന്നതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും പ്രവാചകൻ അതിന് അനുമതി നൽകുകയും ചെയ്തതായി ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. കുടുംബബന്ധം പരിഗണിക്കുമ്പോൾ രക്തബന്ധവും വിവാഹബന്ധവും പരിഗണിക്കണമെന്നുകൂടി പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മിസ്കിൻ എന്നാൽ ദരിദ്രർ, സാധുക്കൾ, അഗതികൾ എന്നൊക്കെ അർത്ഥം കൽപ്പിക്കാം. ഇവർ ഫക്കീറുകളെപ്പോലെ പരമദരിദ്രരല്ല, ദാരിദ്ര്യം പുറത്തു കാണിക്കുന്നവരുമല്ല, എന്നാൽ ജീവിത ചെലവുകൾക്ക് സമ്പത്ത് തികയാതെ വരുന്നവരുമാണ്. അത്തരക്കാരെ സാമ്പത്തികമായി സഹായിക്കണമെന്നാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഇബ്നു സബീൽ എന്നാൽ സഞ്ചാരികളാണ്, അഥവാ വഴിയുടെ പുത്രൻ എന്ന് പറയുമ്പോൾ യാത്രക്കാരാണ്. നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകന്ന് പ്രയാസത്തിൽപ്പെട്ടു പോകുന്നവരെ സഹായിക്കൽ വിശ്വാസികൾക്ക് ഒരു സാമൂഹ്യ ബാധ്യതയാണെന്ന് ഖുർആൻ ഇവിടെ ഉണർത്തുകയാണ്. മുൻകാലങ്ങളെപ്പോലെയല്ല എന്ന് ഇത്തരക്കാരുടെ അവസ്ഥ ഇന്ന് ലോകവുമായി ബന്ധപ്പെടാൻ സാഹചര്യങ്ങളുണ്ട് എന്നതൊക്കെ ശരിയാണെങ്കിലും ചിലപ്പോൾ നാടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ, വഴിയാധാരമായി പോകുന്നവർ, സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടവർ, യാത്രാ ചെലവിന് വഴി കാണാത്തവരൊക്കെ ഇന്നും ഈ വിഭാഗത്തിൽ ഉണ്ടാകും. അതൊരു വലിയ പഠന വിഷയം കൂടിയാണ്. എന്തായാലും ഇസ്ലാം അതൊരു വകുപ്പായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുർവ്യയമരുത് എന്നാണ് പിന്നീടുള്ള നിർദ്ദേശം. തബ്ദീർ എന്നാൽ ന്യായമല്ലാത്ത തരത്തിൽ സമ്പത്ത് ചെലവഴിക്കലാണെന്ന് ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ പറഞ്ഞതായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. ധൂർത്ത് എന്ന് പറയുന്ന കുറ്റത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ന്യായമായ ആവശ്യത്തിനല്ലാതെ സമ്പത്ത് വിനിയോഗിക്കുക, കുറ്റകരമായതും വെറുക്കപ്പെട്ടതുമായ കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കുക, അതൊക്കെ ദുർവ്യയമാണ്, ധൂർത്താണ്. എന്നാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ അമിതമായി ചെലവഴിക്കുന്നതിനെയാണ് നമ്മൾ ഇസ്രാഫ് എന്ന് പറയുന്നത്.
ഒന്ന്, അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അമിതമായി ചെലവഴിക്കലാണ് ഇസ്രാഫ്. അനുവദിക്കപ്പെടാത്ത കാര്യത്തിൽ ചെലവഴിക്കലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ തബ്ദീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ധൂർത്ത്, ദുർവ്യയം, ഇവിടെ പറഞ്ഞ ഇസ്രാഫ് എന്ന് പറയുന്ന അമിതവ്യയം, ഇതൊക്കെയും ഇസ്ലാം വിലക്കിയിട്ടുള്ള സംഗതികളാണ്. തുടർന്ന് 27-ാമത്തെ സൂക്തത്തിൽ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ എന്നാണ് പറയുന്നത്. തീർച്ചയായും ധൂർത്തന്മാർ ചെകുത്താന്മാരുടെ സഹോദരങ്ങളാകുന്നു എന്നതിൻ്റെ ഉദ്ദേശം ധൂർത്തന്മാർ മനുഷ്യപക്ഷത്തല്ല, ചെകുത്താൻ്റെ പക്ഷത്താണ് എന്നാണ്. അള്ളാഹു നൽകിയ ധനം തീർത്തും തെറ്റായ കാര്യത്തിൽ ചെലവഴിക്കുമ്പോൾ അവർ ധിക്കാരത്തിലും ഷർറിലും ഫസാദിലും പിശാചുക്കളെ പോലെ പെരുമാറുന്നവരാണ്. അള്ളാഹുവിൻ്റെ നിഅ്മത്തുകളെ തള്ളിക്കളഞ്ഞവരും കടുത്ത നിഷേധികളായി മാറിയവരുമാണല്ലോ ചെകുത്താന്മാർ. ശൈത്താൻ ഒന്നുകിൽ പിശുക്ക് അല്ലെങ്കിൽ ധൂർത്ത് ആണ് നമ്മളോട് ഉപദേശിക്കുക. രണ്ടും ഇസ്ലാമിൽ തെറ്റാണ്, രണ്ടും മനുഷ്യന് നാശമാണ്. സഹോദരങ്ങൾ എന്നിവിടെ പറഞ്ഞത് കുടുംബ ബന്ധം എന്ന രീതിയിലല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അറബികളുടെ ശൈലി അനുസരിച്ച് പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ടവരെ അവരുടെ സഹോദരൻ എന്ന് ചേർത്ത് പറയാറുണ്ട്. ഇതേ ശൈലിയിലാണ് ചെകുത്താൻ്റെ കൂട്ടുകാർ, ആ പക്ഷക്കാർ എന്ന അർത്ഥത്തിൽ ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശൈലിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ചെകുത്താനാകട്ടെ അവൻ്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണ് എന്നാണ് പറയുന്നത്. ഇത് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇവിടെയുള്ള കുഫ്ർ, കഫൂറൻ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് കുഫ്റുൻ നിഅ്മ, അനുഗ്രഹ നിഷേധം കൂടിയാകാം എന്നർത്ഥത്തിലാണ്. അഥവാ ശൈത്താൻ ചെയ്തത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയുകയും അള്ളാഹുവിനോടുള്ള അനുസരണം ഉപേക്ഷിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവൻ നന്ദി കെട്ടവനായി മാറിയത് എന്ന് ചിലർ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യനാകട്ടെ ധനമെന്ന അള്ളാഹുവിൻ്റെ മഹാ അനുഗ്രഹം റബ്ബിൻ്റെ ശുക്ർ ചെയ്യുന്നതിന് പകരം, അതിനെ കാരണമാക്കുന്നതിന് പകരം ആ പണം കൊണ്ട് ധൂർത്തടിക്കുവാനും അനാവശ്യമായി ചെലവഴിക്കുവാനും അതോടൊപ്പം അത് അള്ളാഹുവിനോടുള്ള നന്ദികേടായി മാറുവാനുമാണ് കാരണക്കാർ ആയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ രണ്ട് കൂട്ടരും സഹോദരങ്ങളായിത്തീരുന്ന സമാനതകൾ ഇവിടെ പ്രകടമായിരിക്കുന്നു എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. 28-ാമത്തെ സൂക്തത്തിൽ മറ്റൊരു കാര്യമാണ് അള്ളാഹു സംസാരിക്കുന്നത്. വഇമ്മാ തുഇറിളന്ന അൻഹും ഇബ്തിഗാഅ റഹ്മത്തിൻ മിർ റബ്ബിക് തർജുഹാ ഫഖുല്ലഹും ഖൗലൻ മൈസൂറ. നീ ആഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് ബന്ധുക്കളുടെയും ദരിദ്രരുടെയും സഞ്ചാരികളുടെയും ആവശ്യങ്ങളെ താൽക്കാലികമായി അവഗണിക്കേണ്ടി വന്നാൽ അവരോട് സൗമ്യമായി സംസാരിക്കണം എന്ന ഒരു കാര്യമാണ്. ഇതിലെ ഈ ആയത്തിലെ പ്രഥമ അഭിസംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സാമ്പത്തിക സഹായം ആവശ്യമുള്ള ബന്ധുക്കൾക്കും ദരിദ്രർക്കും സഞ്ചാരിക്കും അവകാശം നൽകണമെന്ന് പറഞ്ഞു. എന്നാൽ ചില പ്രയാസഘട്ടങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ സമ്പത്തില്ലാതെ വരും. നാഥനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടമായിരിക്കും. സ്വന്തമായി തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ മറ്റുള്ളവർ വല്ല സഹായവും തേടുമ്പോൾ, ചോദിച്ചു വരുമ്പോൾ അവരോട് കയർത്ത് സംസാരിക്കുകയും നീരസം കാട്ടുകയും ചെയ്യുക പോലും പാടില്ല എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി ഉണർത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിലപാടെടുക്കുക നമ്മൾ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. ഉള്ള സമയത്ത് ഉള്ളതൊക്കെ കൊടുക്കുന്നവർ തന്നെ സ്വന്തമായൊരു പ്രയാസം വന്നാൽ ആകെ ഭാവം മാറി പ്രശ്നമായി അയാൾ സ്വന്തത്തെ പോലും പരിഗണിക്കാതെ എല്ലാവരോടും കയർത്ത് ദേഷ്യം പിടിച്ച് ജീവിക്കുന്നവരായി മാറുക സ്വാഭാവികമായിരിക്കാം. പക്ഷെ ഒരു സത്യവിശ്വാസി അങ്ങനെ ആകാൻ പാടില്ല. ഏത് പ്രതിസന്ധിയുടെ പർവ്വത്തിലും അവരോട് നേരത്തെ സഹായം ചോദിച്ചു വരുന്നവർ അയാൾക്ക് ബാധിച്ച പ്രയാസങ്ങളൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അവരോട് സൗമ്യമായി സംസാരിക്കണമെന്നാണ്. തഫ്സീർ ഖുർത്തുബി ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം പറയുന്നുണ്ട്. മുസൈന ഗോത്രക്കാർ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സഹായങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളെ വഹിപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. അത് കേട്ടുകൊണ്ട് അവർ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടാണ് പിരിഞ്ഞു പോയത് എന്നാണ്. അതാഉൽ ഖുറാസാനിയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിലാണ് പ്രവാചകൻ ഈ ആയത്തിറങ്ങിയതെന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. നീ ആഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ, അഥവാ ബന്ധുക്കൾ, ദരിദ്രർ, സഞ്ചാരികൾ ആവശ്യങ്ങളെ താൽക്കാലികമായി നിനക്ക് വിഗണിക്കേണ്ടി വന്നാൽ എന്ന ആയത്തിൻ്റെ ശൈലി
അത്ഭുതകരമായ സംസ്കാരവും സൗമ്യമായ സംസാര രീതിയുമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അവരെ തൽക്കാലം അവഗണിക്കുന്നത് ദൈവാനുഗ്രഹം വന്നാൽ നൽകണമെന്ന നല്ല മനസ്സോടെയാണ്. ഒരുപക്ഷെ അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്. അല്ലാതെ ചില സമ്പന്നർ പറയുന്നത് പോലെ ധിക്കാരത്തിൻ്റെയും അവഗണനയുടെയും വാക്കുകളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഊദു ബില്ലാ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നത് അത്തരം ഘട്ടത്തിലും നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ പറഞ്ഞേക്കണം. സ്വന്തം പ്രയാസങ്ങൾ കാരണം സഹായം തേടിയെത്തുന്ന മനുഷ്യർക്ക് സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുന്നവൻ്റെ താൽക്കാലിക പ്രയാസം അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഒന്നും നൽകാൻ കയ്യിലില്ലെങ്കിലും അവരെ മുഖഭാവം മാറ്റാതെ നിരാശപ്പെടുത്താതെ പ്രതീക്ഷയോടുകൂടി പറഞ്ഞു വിടണമെന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. എത്ര നല്ല സംസ്കാരമാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. ഖൗലം മൈസൂറ എന്നതിന് സൗമ്യമായി സംസാരിക്കുക എന്നാണ് അർത്ഥമെങ്കിലും അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയാൽ എന്തെങ്കിലും നൽകാമെന്ന വാഗ്ദാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇക്രിമ, മുജാഹിദ്, ഹസൻ, ഖതാദ തുടങ്ങിയവർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. തഫ്സീർ ഇബ്നു ജൗസിയിൽ പറയുന്നത് സൗമ്യവും ലളിതവുമായ വാക്കുകളെന്നാണ്. നല്ല വാഗ്ദാനവുമാകാം എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ആയത്തിലെ അവതരണ പശ്ചാത്തല അഭിസംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിലും മുഴുവൻ സത്യവിശ്വാസികൾക്കുമുള്ള മഹത്തായ പാഠമുണ്ട്. ഇസ്ലാമിനെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നവർക്കും ഇതിൽ പാഠങ്ങളുണ്ട്. അവരും ഇസ്ലാമിൻ്റെ ഈ തത്വങ്ങളെ പഠിക്കേണ്ടതുണ്ട്. നല്ല കാലത്തും നേരത്തും അല്പമൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവർ സ്വന്തത്തിന് എന്തെങ്കിലും ചെറിയ പ്രയാസം നേരിട്ടാൽ പിന്നെ ശുണ്ഠി കാണിക്കുന്നത്, സ്വന്തം പ്രശ്നങ്ങളെ എണ്ണി നിരത്തി ഉള്ള ഒരു പ്രകൃതത്തോടുകൂടി മാറുന്നത് നമ്മൾ കാണുന്നു എന്ന് നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ഈ മഹത്തായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്ന തർബിയത്ത് അതല്ല, മറ്റൊരു തർബിയത്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സയ്യിദ് അബുൽ അല മൗദൂദി തൻ്റെ തഫ്ഹീമുൽ ഖുർആനിൽ മുൻചൊന്ന ആയത്തുകളെ വിശദീകരിക്കുന്നതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഈ 3 വകുപ്പുകളുടെയും ഉദ്ദേശം മനുഷ്യൻ തൻ്റെ സമ്പാദ്യവും സമ്പത്തുക്കളും തൻ്റേത് മാത്രമാണെന്ന് കരുതരുത്, മറ്റുള്ളവർക്കും അതിൽ അവകാശമുണ്ടെന്ന് മനസ്സിലാക്കണം. അവകാശങ്ങൾ കൊടുക്കാൻ കഴിയാത്ത വരുമ്പോൾ അവരോട് ക്ഷമാപണം നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ പിന്നീടുണ്ടായ ഇസ്ലാമിക രാഷ്ട്രത്തിലെ സകാത്ത്, സ്വതക്ക, വസിയത്ത്, അനന്തരാവകാശ നിയമങ്ങൾ, വഖഫ്, അനാഥ സംരക്ഷണം, യാത്രക്കാരൻ്റെ അവകാശം, സാമ്പത്തിക രംഗത്തെ ധാർമ്മിക ബാധ്യതകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് ഈ ആയത്തുകളുടെ വെളിച്ചത്തിലാണെന്നും സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകമായി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു: വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി ഫതഖഉദ മലൂമൻ മഹ്സൂറ. നിന്റെ കൈ പിരടിയിൽ കെട്ടിവെക്കരുത്, മുഴുവനായി തുറന്നിടുകയുമരുത്. അങ്ങനെയായാൽ നീ നിന്ദിതനും ദുഃഖിതനുമായി തീരും എന്ന കാര്യമാണ്. സമ്പത്ത് ചെലവഴിക്കുന്നതിൽ സ്വീകരിക്കേണ്ട മധ്യമ നിലപാട് വ്യക്തമാക്കുകയാണ് ഈ ആയത്തിൽ. കൈ പിരടിയിൽ കെട്ടിവെക്കരുത് എന്ന ശൈലി അർഹരായ ആവശ്യക്കാർക്ക് ഒന്നും കൊടുക്കാതെ പിശുക്ക് കാണിക്കരുത് എന്നതിനെയാണ് കുറിക്കുന്നത്. ആരെങ്കിലും കൈ പിരടിയിൽ കെട്ടിവെക്കുന്നതിനെക്കുറിച്ചല്ല ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. പിശുക്കിൻ്റെ ഒരു ആലങ്കാരികമായ പ്രയോഗമാണിത്. ഒരാൾക്കും ഒന്നും കൊടുക്കാൻ അഥവാ കൈ നീട്ടിക്കൊടുക്കാൻ തയ്യാറില്ലാത്ത ബുഖലിൻ്റെ മനസ്ഥിതിയാണ് ഇവിടെ ഉദ്ദേശം. മനസ്സിൽ ഇടുക്കമുള്ളവരാണ് ആവശ്യം വരുമ്പോൾ ഒന്നും ചെലവഴിക്കാതെ കൈ പിറകോട്ട് കെട്ടി പിശുക്ക് കാണിക്കുന്നത്. ഇത് ഇസ്ലാമിക സ്വഭാവമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു കൽപ്പനയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളോട് പറയുന്നത്. സ്വന്തത്തിനോ കുടുംബക്കാർക്കോ ബന്ധുക്കൾക്കോ മറ്റു ആവശ്യക്കാർക്കോ സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് പിശുക്ക് കാണിക്കുന്ന എല്ലാവരും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുമെന്നാണ് തഫ്സീർ അൽ മുയസ്സറിൽ രേഖപ്പെടുത്തുന്നത്. സ്വന്തത്തോടാണെങ്കിലും പിശുക്ക് കാണിക്കാൻ പാടില്ല. സ്വന്തത്തിൻ്റെ ഭക്ഷണം, നല്ല വസ്ത്രം, ആരോഗ്യത്തിനാവശ്യമായ കാര്യങ്ങൾ, സന്തോഷത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് പോലും ഇസ്ലാം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ മറ്റൊരു കൂട്ടർ നേർ വിപരീതം പ്രകൃതക്കാരാണ്. സമ്പത്ത് അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ തന്നെ അതിനെ മുഴുവനായി തുറന്നിടുന്നവരാണ്, അഥവാ കയ്യും കണക്കുമില്ലാതെ നൽകുന്നവരാണ്. സ്വന്തത്തിനൊന്നും ബാക്കി വെക്കാതെ ചെലവഴിക്കുന്നവരാണ്. മറ്റൊരാവശ്യത്തിന് ഏതെങ്കിലും ഒരാൾ ചോദിച്ചു വന്നാൽ പിന്നെ ഒന്നും കൊടുക്കാനില്ലാത്ത അവസ്ഥയിലെത്തുന്നവർ. ഇതിനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഇബ്നു ജരീർ അത്തബരി
റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. കഴിവിനപ്പുറത്ത് ചിലവഴിക്കുന്നവർ, വരുമാനം നോക്കാതെ, സൂക്ഷിപ്പ് പരിഗണിക്കാതെ ചിലവഴിക്കുന്നവർ എന്നൊക്കെയാണ് ഇതിൻ്റെ താല്പര്യമെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിം പറയുന്നുണ്ട്. ഇത് ഒരു തരം ഇസ്രാഫ് തന്നെയാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കൈ പെരടിയിൽ കെട്ടിവെച്ചതുപോലെയുള്ള ലുബ്ദും കൈ പൂർണ്ണമായി അയച്ചിട്ട രൂപത്തിലുള്ള പരിധി വിട്ട ദാനവും ചെലവഴിക്കലും ഇസ്ലാമിൻ്റെ രീതിയല്ല. ഏത് കാര്യത്തിലും മധ്യമ നിലപാടാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആസൂത്രണമില്ലായ്മ, അമിതമായി ചെലവഴിക്കുന്നവർക്ക് രണ്ടവസ്ഥ വന്നു ചേരുമെന്ന് തുടർന്ന് പറയുന്നുണ്ട്. ഒന്ന്, അധിക്ഷേപിക്കപ്പെടുന്നവനായിട്ട് മാറും. രണ്ട്, ദുഃഖിതനാകും. ആരെങ്കിലും വന്ന് അത്യാവശ്യത്തിന് വല്ലതും ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കാനില്ലാത്ത അവസ്ഥ വന്ന് ചേർന്നാൽ നീ അവരാൽ അധിക്ഷേപിക്കപ്പെടും. മുൻപിൻ നോക്കാതെ എല്ലാം കൊടുത്തു തീർത്തതിനാൽ നിന്നെ തന്നെ അധിക്ഷേപിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. കൊടുത്തു തീർന്നതിൻ്റെ പേരിൽ ഇനിയൊന്നും കൊടുക്കാനില്ലല്ലോ എന്ന അവസ്ഥ വന്നതിൻ്റെ പേരിലുള്ളതാണ് രണ്ടാമത് പറഞ്ഞ ദുഃഖിതമായ അവസ്ഥ. ഇതാണ് തഫ്സീറു തബരിയിൽ നൽകുന്ന ആ വിഷയത്തിലുള്ള വിശദീകരണം. എന്നാൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ പറയുന്നത്, അധിക്ഷേപിക്കപ്പെടുന്നവനെന്ന് പറഞ്ഞത് ഒന്നാമത് പറഞ്ഞ പിശുക്കന്മാരെ കുറിച്ചാണ്. അവരുടെ ലുബ്ധ് കാരണം ജനങ്ങൾ അവരെ അധിക്ഷേപിക്കുന്നു, നിന്ദിക്കുന്നു. രണ്ടാമതായി പറഞ്ഞ മുഴുവനായി കൈ തുറന്നിട്ട് അമിതമായി ചെലവഴിക്കുന്നവരാണ് ദുഃഖിതരായിത്തീരുന്നത്. കാരണം ശക്തി ക്ഷയിച്ചതിനാൽ സഞ്ചരിക്കാൻ കഴിയാതെ തളർന്നിരുന്നു പോകുന്ന മൃഗങ്ങൾക്കാണ് അറബിയിൽ ഹസീർ എന്ന് പറയാറ്. അതേ അവസ്ഥയിൽ ദുഃഖിതരായി മാറുന്നവരാണ് അമിതമായി ചെലവഴിക്കുന്നവരെന്നും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. പാപ്പരായി ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെ ചെലവഴിക്കണം, എത്ര ചെലവഴിക്കരുത്, എല്ലാറ്റിലും ഒരു മധ്യമ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഇസ്ലാം നമ്മെ ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. 30-ാമത്തെ സൂക്തത്തിൽ ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ എന്ന് പറയുന്നു. നിന്റെ നാഥൻ ഇച്ഛിക്കുന്നവർക്ക് സമൃദ്ധിയായി വിഭവം നൽകുകയും ഇച്ഛിക്കുന്നവരെ ഞെരുക്കുകയും ചെയ്യുന്നു. അവൻ തൻ്റെ ദാസന്മാരുടെ അവസ്ഥകളെക്കുറിച്ച് ബോധമുള്ളവനും അവരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനുമല്ലോ എന്നാണ് പറയുന്നത്. അള്ളാഹു തൻ്റെ അടിമകൾക്കിടയിൽ വിഭവ വിതരണത്തിൽ ഏറ്റക്കുറച്ചിൽ വരുത്തിയിട്ടുണ്ട്. നാടുകൾക്കിടയിലും അതുണ്ടാകും. അതിൻ്റെ ശരിയായ കാരണം അള്ളാഹുവിനെ അറിയും. മനുഷ്യജീവിതം മുന്നോട്ട് പോകാൻ എല്ലാവരും ധനികരോ എല്ലാവരും ദരിദ്രരോ ആകുന്നത് ഒരു പക്ഷേ തടസ്സമായിരിക്കും. അല്ലെങ്കിൽ ജീവിതമാകുന്ന മഹാപരീക്ഷണത്തിന് ഈ ഏറ്റക്കുറച്ചിൽ അനിവാര്യമായിരിക്കാം. ഒന്നുറപ്പാണ്, ഇവിടെയല്ല മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം. ഇവിടുത്തെ സാമ്പത്തിക മാനദണ്ഡം വെച്ചല്ല പരലോകത്ത് നേട്ടവും കോട്ടവും അളക്കുന്നത്. നീതിമാനായ റബ്ബ് പരലോകത്ത് കൃത്യമായത് നീതിയോടെ തന്നെ നൽകും എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കേണ്ടത്. ഈ ലോകത്ത് കുറവ് വന്നവർക്ക് അവരുടെ ബുദ്ധിയും കഠിനാധ്വാനവും ഉപയോഗിച്ച് എത്രയും നേടാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിൽ കുറ്റമല്ല. ഫഖർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു വിധിയായി ആഘോഷിക്കേണ്ട ഒരു സംഗതിയുമല്ല. വിധിയെന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കേണ്ടവരുമല്ല. അധ്വാനിക്കാനും അതുപോലെ എന്നുമെന്നും പ്രവർത്തിക്കുവാനും ദുനിയാവിലുള്ള വിഭവങ്ങൾ നേടാനും ഇന്നേക്കാൾ നല്ല നാളെ ഉണ്ടാകാനും അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കിട്ടിയത് ഇനിയും കൂട്ടാൻ പരിശ്രമിക്കുന്നത് സമൃദ്ധിയായി റബ്ബ് നൽകിയവർക്കും പാടില്ലാത്തതല്ല. എത്ര സമ്പന്നനാണെങ്കിലും വീണ്ടും പരിശ്രമിക്കാം. എന്നാൽ പ്രകൃതിപരമായ അവസ്ഥകളെ മറികടന്ന് എല്ലാവർക്കും സാമ്പത്തിക സമത്വമുണ്ടാക്കാൻ ശ്രമിക്കണമെന്നും ഇസ്ലാം പറയുന്നില്ല. എല്ലാവരും ഒരുപോലെ സമത്വമുണ്ടാകണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് പരീക്ഷണം കൂടിയാണ്. യഥാർത്ഥ ജീവിതം ഇവിടെയല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് സമാധാനമുണ്ടാകും. ഏറ്റക്കുറച്ചിലുകളും വൈവിധ്യങ്ങളും സ്വയം ഒരു തിന്മയാണെന്ന് കരുതിക്കൊണ്ട് അവയെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ ഇസ്ലാം പരിശ്രമിച്ചിട്ടില്ല എന്നുകൂടിയാണ് തഫ്ഹീമുൽ ഖുർആനിൽ സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്. അള്ളാഹു പറയുന്നു, എൻ്റെ അടിമകളിൽ ചിലർക്ക് ദാരിദ്ര്യമല്ലാതെ ചേരുകയില്ല. അവന് ഞാൻ ധനികത നൽകിയാൽ അവൻ അതുകൊണ്ട് തൻ്റെ ദീൻ കേടാക്കും. എന്നാൽ എൻ്റെ ചില അടിമകൾക്ക് ധനികതയല്ലാതെ ചേരില്ല. അവന് നാം ദാരിദ്ര്യം നൽകിയാൽ അവൻ അതുകൊണ്ട് തൻ്റെ ദീൻ കേടാക്കും.
അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഓരോരുത്തരെക്കുറിച്ച് കൃത്യമായി അറിയുന്നത്. അങ്ങനെ അള്ളാഹു നൽകിയത് ഒരു പരീക്ഷണമാണ്. ചിലപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പരീക്ഷിക്കും, ചിലപ്പോൾ അധികം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും. അപ്പോൾ അതിനെ ഒന്നും മാനദണ്ഡമാക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് സത്യവിശ്വാസികളെ സൃഷ്ടിച്ചത്, അവരെക്കുറിച്ച് അവൻ കൃത്യമായി അറിയുന്നവനാണ്. അതെ, അവൻ തൻ്റെ ദാസന്മാരുടെ അവസ്ഥകളെക്കുറിച്ച് ബോധമുള്ളവനും അവരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനുമല്ലോ എന്ന ആയത്തിൻ്റെ അവസാന ഭാഗം വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടർത്ഥത്തിലും അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹു കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും, ചിലപ്പോൾ കൊടുക്കുന്നതും ചിലപ്പോൾ കൊടുക്കാതിരിക്കുന്നതും, അവസ്ഥകൾ മാറ്റിമറിക്കുന്നതും പരീക്ഷിക്കുന്നതും എല്ലാം അനുഗ്രഹത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരിക്കാം. അത് വെച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതിലൊക്കെ വലിയ പരീക്ഷണങ്ങളുണ്ട് എന്നുകൂടി അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്കിവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. 31-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യമാണ് പറയുന്നത്. വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാക്കിൻ നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. സ്വന്തം മക്കളെ ദാരിദ്ര്യം ഭയന്ന് കൊല്ലരുത്, അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നത് നാം ആകുന്നു, അവരെ കൊന്നുകളയുന്നത് തീർച്ചയായിട്ടും മഹാപാപമാകുന്നു എന്ന കാര്യമാണത്. ഇബ്നു ജരീർ തബരിയുടെ അഭിപ്രായത്തിൽ വലാ തഖ്തുലു എന്നതിലെ വാവ് 23-ാം ആയത്തിൽ പറഞ്ഞ വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു എന്നതിൻ്റെ തുടർച്ചയായി വരുന്നതാണ്. അതായത് നിൻ്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനു മാത്രമല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത്, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് സ്വസന്തതികളെ ദാരിദ്ര്യം ഭയന്ന് വധിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഔലാദിൻ്റെ ഉദ്ദേശം ആൺസന്തതികൾ മാത്രമല്ല, സാധാരണ അറബി ഭാഷയിൽ പ്രയോഗമനുസരിച്ച് സന്താനങ്ങളെന്ന് മൊത്തത്തിൽ പറയുന്നതാണ്. അതിൽ ആൺകുട്ടികളും പെടും പെൺകുട്ടികളും പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇംലാക്കി എന്നാൽ ദാരിദ്ര്യം എന്നാണ് അർത്ഥം. അംലക്ക എന്നാൽ അറബികളുടെ ഭാഷാശൈലി അനുസരിച്ച് കയ്യിൽ വെറും കല്ലുകളല്ലാതെ മറ്റൊന്നുമില്ലാത്തവൻ അഥവാ കയ്യിരിപ്പില്ലാത്തവൻ എന്നർത്ഥമുണ്ട്. സാമ്പത്തികമായ ഭാരം, ജനപ്പെരുപ്പം, അപമാന ഭയം തുടങ്ങിയ കാരണങ്ങളാൽ സന്താനങ്ങളെ വധിക്കുന്ന, സന്താനങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന സമ്പ്രദായം പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. മനുഷ്യൻ പുരോഗമിച്ചു എന്ന് അവകാശപ്പെടുന്ന ഇക്കാലത്തും സന്താന നിയന്ത്രണം, ഗർഭനിയന്ത്രണം, വന്ധ്യംകരണം, ഭ്രൂണഹത്യ, സന്താനവധം തുടങ്ങിയ കാര്യങ്ങൾ പല നാടുകളിലും പല രൂപത്തിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഭയപ്പെടുന്നത് മുഖ്യമായും ദാരിദ്ര്യമാണ്. ഖുർആൻ അവതരിപ്പിക്കുന്ന കാലത്ത് അറേബ്യയിലെ ചില ഗോത്രങ്ങൾക്ക്, എല്ലാവരുമല്ല, സന്താനങ്ങളെ വധിക്കുക എന്ന് പറയുന്നത് മുഖ്യമായും 2 കാരണങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. ഒന്ന്, ആൺകുട്ടികൾ അഭിമാനവും ഗോത്രത്തിൻ്റെ ശക്തിയുമാണ്, യുദ്ധത്തിൽ അവർ വലിയ സഹായമാണ്. എന്നാൽ പെൺകുട്ടികൾക്ക് അത് സാധിക്കാത്തതുകൊണ്ട് അവരെ ലൈംഗികമായ അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുമെന്ന കാടത്ത നിയമത്തിൻ്റെ കാലത്ത് ഭയന്നതുകൊണ്ട് അപമാനഭാരത്താലാണ് കൊന്നത്, പെൺകുട്ടികളെ വധിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തായിരുന്നാലും സന്താനങ്ങളുടെ സംഖ്യാവർദ്ധനവ്, ജനപ്പെരുപ്പം തുടങ്ങിയ വൻ സാമ്പത്തിക നഷ്ടമാണെന്നും കടുത്ത സാമ്പത്തിക പിന്നോക്ക ദാരിദ്ര്യ അവസ്ഥയ്ക്ക് അത് കാരണമാകുമെന്നും മനുഷ്യർ ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. അതുവഴി നിരവധി മനുഷ്യർ ജനിക്കാൻ ഭാഗ്യം കിട്ടാതെ പലവിധം കൊല ചെയ്യപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് ജനിക്കേണ്ട എത്രയെത്ര മക്കളെയാണ് നമ്മൾ കൊന്നുകളഞ്ഞത്. ഇതാണ് ഖുർആൻ തിരുത്തുന്നത്. ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലരുത്, നിങ്ങൾക്കും അവർക്കും അന്നം നൽകുന്നത് നാമാണ്. ഇവിടെ നിങ്ങൾക്കുമെന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ദാരിദ്ര്യ ഭയത്താൽ നിങ്ങളെ കൊന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല, നിങ്ങളിന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ല. ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കും നിങ്ങൾക്കും നമ്മൾ ഭക്ഷണം നൽകിയത് കൊണ്ടാണ്. അതേ ഒരു അവകാശം നിങ്ങൾ മക്കൾക്ക് വകവെച്ചു കൊടുക്കണം. സന്താന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ആധുനിക കാലഘട്ടത്തിലെ പല രാജ്യങ്ങളും ഇന്ന് സന്താന വർധനവിന് വലിയ പ്രോത്സാഹനം നൽകി തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് നമ്മൾ കാണുന്നു. ഖുർആൻ്റെ നിർദ്ദേശങ്ങൾ അന്നും ഇന്നും ഒരുപോലെയാണ്. അത് എത്ര ഭദ്രമാണെന്ന്, സൂക്ഷ്മമാണെന്ന്, കാലാതിവർത്തിയാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സന്താനങ്ങൾ സ്രഷ്ടാവിൻ്റെ മഹാ അനുഗ്രഹമാണെന്നും മനുഷ്യ വിഭവങ്ങൾ, ഹ്യൂമൻ റിസോഴ്സസ്, HR, ഏറ്റവും വലിയ ശക്തിയെന്നും അവരെ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് സാമ്പത്തിക സുസ്ഥിതിക്കുള്ള മാർഗമെന്നും മനുഷ്യർ തിരിച്ചറിയേണ്ട കാലം വൈകിയിട്ടുണ്ട്. പ്രശ്നപരിഹാരം മക്കളെ കൊല്ലലല്ല എന്നും മനുഷ്യർ തിരിച്ചറിഞ്ഞാൽ
വലിയ മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടാകും. ആരിത് ജനങ്ങളോട് പറയണം? വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് അതിൻ്റെ വക്താക്കളും പ്രയാക്താക്കളും ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യമാണിത്. നിങ്ങൾ സന്താനങ്ങളെ വധിച്ചു കളയുന്നത് മഹാപാപമാകുന്നു, ഖിത്അൻ കബീറ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ചിലരുടെ പാരായണത്തിൽ ഖതഅൻ എന്ന് ഉണ്ട്. രണ്ടായാലും പാപം, തെറ്റ് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയിൽ അറിവില്ലാതെ മനുഷ്യവധം നടത്തി കൈകടത്തുന്നത് മഹാപാതകമല്ലാതെ മറ്റെന്താണ്? അതൊരു മഹാപാപമാണ് എന്ന് പ്രഖ്യാപിച്ചതിനാൽ തന്നെ സന്താനവധത്തിൻ്റെ ഏത് രീതിയിൽ നിന്നും പിന്മാറാൻ വിശ്വാസികൾ നിർബന്ധിതരാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആൻ നമ്മുടെ കൂടെയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. കുടുംബരംഗം, ദാമ്പത്യരംഗം, സാമ്പത്തിക രംഗം എല്ലാം കുഴമറിഞ്ഞ് ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്തിൽ പറയുന്ന കാലിക പ്രസക്തമായ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം, കുടുംബയോഗങ്ങൾ ചേരണം, ഇത്തരം ക്ലാസ്സുകൾ അവരെ കേൾപ്പിക്കണം. ഈ വിശുദ്ധ റമളാനിൽ അതിന് നമ്മൾ പ്രത്യേകമായി സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമുക്ക് മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.